എന്താ മണി? മതിലകത്ത് ആള് വന്നിരിക്കുന്നു. എന്തിന്? ചോണിച്ചായി കാർ അപകടത്തിൽപ്പെട്ട ആശുപത്രിയിലാണ്. എന്റെ ഈശോയെ! എന്താ ഡോക്ടർ, എന്റെ മകൻ എങ്ങനെയുണ്ട്? ഒട്ടും വിഷമിക്കണ്ട, സമാധാനമായിരിക്കൂ, എല്ലാം ശരിയാകും. മോനെ ജോണി, ഞാൻ മഹാപാപിനിയാണ്. എന്റെ പാവത്തിന് ഒരു നിരപരാധി അങ്ങ് ശിക്ഷിക്കരുത്. പാപിനിയായി എന്റെ പ്രാണൻ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രാണൻ തിരികെ കൊടുക്കണേ. എന്തിനോട് വന്നേ? മരുന്ന് കൊല്ലാനോ? കൊണ്ട് പോകുന്നുണ്ടോ അവിടുന്ന്? ആണെന്ന് ഇച്ചായ മരുന്ന് കുടിക്കൂ. ഇച്ചായ, ഇച്ചായ.
കുക്കു കുക്കു വിളിച്ചോ? വിളിച്ചു, പക്ഷെ നിന്നെയല്ല. മേലാൽ ആരെങ്കിലും വിളിച്ചാൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നേക്കരുത്. കുക്കു, എന്താ ചായ? 1 മണിക്കൂർ വേണമല്ലോ ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളാൻ. എന്താ ചായ? പോയി ആ ഡ്രൈവറെ ഇങ്ങോട്ട് പറഞ്ഞുവിടെ. ദേവസി, പോയി ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ടോ? സൂപ്പ്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പകലെങ്കിലും നീ എന്റെ അടുത്ത് വരണമെന്ന്. നിന്റെ പരിചരണം എനിക്ക് ആവശ്യമില്ല. ഓ, എന്റെ കൺമുമ്പില്ല. നിന്നെ ഞാൻ വെറുക്കുന്നു. ഐ ഹേറ്റ്. നീ എന്നെ വെറുക്കാൻ ശ്രമിക്കും. കടന്നു പോ. എന്താണ് ചായ? ഭ്രാന്ത്. ഭ്രാന്ത് തന്നെ. അമ്മച്ചി, ഞാൻ പറയുന്നത് കേൾക്കൂ. വേണ്ട, വിടൂ. വേണ്ട, ഇത് വേണ്ട. വേണ്ട, ഇത് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് വേണ്ട. അയ്യോ, വേണ്ട. ഞാൻ തരില്ല. തരില്ല. ഇല്ല. എന്താ? എന്ത് പറ്റി? എന്താണിത്? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നാണ് ചോദിച്ചത്? എന്ത് പറ്റിയെന്ന് കണ്ടില്ലേ? പൊന്നുമോൻ മരുമകളെ മണ്ടയടിച്ച് പിളർന്നിരിക്കുന്നത്. ഈ മിണ്ടാപ്രാണി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒന്നുമില്ല അമ്മച്ചി, ഞാൻ കട്ടിലിൽ കാല് തട്ടി താഴെ വീണതാണ്. നീ ഒന്നും പറയണ്ട. കട്ടിലിൽ കാല് തട്ടിയില്ലേ? എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നീ പോയി അവളുടെ മുറി വെച്ച് കേട്ട്. വാ മോളെ. അവനൊരു ശിക്ഷക്കാരൻ. പെമ്പളയുടെ തലയടിച്ച് പിളക്കുന്ന അവനൊരു ശിക്ഷക്കാരൻ. ഇതിന് തക്കവണ്ണം ഇവൾ എന്ത് തെറ്റാടാ ചെയ്തിട്ടുള്ളത്? നിന്റെ ദേഹത്ത് ചെകുത്താൻ കയറിയോ? ദേ നിൽക്കും നിന്റെ അപ്പച്ചൻ. ചോദിയില്ല, ഈ കാലത്തിനിടയ്ക്ക് എന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വാരി ഇട്ടിട്ടുണ്ടോ എന്ന്. സിംഗപ്പൂരിൽ നിന്നും വന്നതിന് ശേഷമുള്ള നിന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വാ മോളെ. യോണിക്കുട്ടി, നീ എന്തിനാണ് അവളെ അടിച്ചത്? എന്ത് തെറ്റാണ് അവള് ചെയ്തതെന്ന്? എടാ, ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ഇണങ്ങും പിണങ്ങും. ഭാര്യയോട് പിണങ്ങുമ്പോഴൊക്കെ ആരും അവരുടെ തലയടിച്ച് പൊട്ടിക്കാറില്ല. നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് അല്പം സ്വയം തരാമോ? അടിച്ച് പിളർക്ക്. കഴിയുമെങ്കിൽ നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും തലയടിച്ച് പിളർക്ക്. മതിലകത്ത് വീട്ടിൽ മദ്യത്തിന്റെ ഗന്ധം പരക്കുന്നത് ആദ്യമായിട്ടാണ്. ഇനി ഞാനെന്തിന് ജീവിക്കണം? എടാ, ഉടയതമ്പുരാൻ വലിയവനാണ്. സോദവും ഗോമരയെ പോലെ ഇവിടെ തീവഴ വഹിക്കാൻ ഇടവരുത്തരുത്.
ഉറങ്ങുന്നില്ലേ ജോണിച്ചായ? എന്റെ തെറ്റിന് വേണ്ടി നിരപരാധിയായ അങ്ങ് എന്തൊരു ഭീകരമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. എന്തെല്ലാം മധുര സ്വപ്നങ്ങളായിരിക്കണം വിവാഹത്തെ പറ്റി അങ്ങ് കണ്ടിരുന്നത്. ക്രൂരയായ ഞാൻ ആ സ്വപ്നങ്ങൾ ഒന്നോടെ പിച്ചി ചീന്തി തകർത്തു. ഇനി ആ കിനാക്കൾ മുറികൂടുമെന്ന് തോന്നുന്നില്ല. ഇന്നങ്ങ് വെറും ഒരു നിഴലാണ്. 5 വർഷം മുമ്പ് ഞാൻ കണ്ട നല്ല യുവാവിന്റെ വെറും നിഴൽ. ഈ നിഴലും ഈ നില തുടർന്നാൽ ഇനി എത്ര നാൾ കൂടി? എങ്ങനെയാണ് ഞാൻ അങ്ങേ രക്ഷിക്കേണ്ടത്? എന്റെ മരണം നല്ല ഒരു മാർഗമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് മരിക്കാൻ അനുവാദമുണ്ടോ? ഈ കുടുംബത്തിന്റെ മാനം എന്റെ മരണം മലിനമാക്കില്ലേ? പറയൂ, എനിക്ക് മരിക്കാൻ അനുവാദമില്ലേ? ദയവായി ഒരു മാർഗം പറഞ്ഞു തരൂ. എന്നിൽ നിന്നും അങ്ങേ രക്ഷിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരൂ. പറഞ്ഞു തരൂ. ഞാൻ വല്ലാതെ വേദനിപ്പിച്ചല്ലേ? ഇല്ല, ഞാൻ ചെയ്ത തെറ്റിന് ഇതിലേറെ വേദന അനുഭവിക്കേണ്ടവളാണ്. അങ്ങ് കാരുണ്യവാനാണ്. ഈ ഒരു വാക്ക് മതി എന്റെ എല്ലാ വേദനകളും മറക്കാൻ.